എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സീമിയ വർഗീസ്. ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സാവുകയും പഞ്ചായത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ PSC എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തു. പിന്നീട് കോച്ചിങ് സെന്ററുകളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് നമ്മുടെ ഷിൻഡു സാറിന്റെ ഹോളി മാത അക്കാദമി ആലുവയിൽ ഞാൻ ജോയിൻ ചെയ്തു. അന്നേരം ഏകദേശം 20 കുട്ടികളോളം അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് PSC എക്സാമിന് എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത്. PSC എക്സാമിനായി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എത്ര വേക്കൻസി ഉള്ള പോസ്റ്റിലോട്ടാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എത്ര വേക്കൻസിയിൽ എത്രാമത്തെ റാങ്ക് നമ്പറിൽ വന്നാൽ മാത്രമാണ് എനിക്ക് ആ ജോലി കിട്ടുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ എത്രമാത്രം ആ ചാപ്റ്ററുകൾ നമ്മൾ ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം കൂടുതൽ പഠിക്കുകയല്ല വേണ്ടത്, പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാൻ സാധിക്കണം നമുക്ക്. ഞാൻ പഞ്ചായത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ മോർണിംഗ് ക്ലാസ്സിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. 7 മണി മുതൽ 9:30 വരെയായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് വരും. തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോഴേക്കും എനിക്ക് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോഴാണ് സാർ എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ വായിക്കുന്ന പാഠഭാഗങ്ങൾ ഉറക്കെ വായിച്ച് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ വായിച്ച് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യുകയും യാത്രാ സമയങ്ങളിൽ ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് സാർ പറയും, ഓരോ പാഠഭാഗങ്ങളും ഇത്ര വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യണമെന്ന്. ഇന്ന് പഠിപ്പിക്കുന്ന ഭാഗം, ഇന്ന ചാപ്റ്ററുകൾ ഇന്ന് തന്നെ കവർ ചെയ്യണമെന്ന് പറയുമായിരുന്നു. നിങ്ങൾ ശ്രമിക്കാറുണ്ട്, പക്ഷെ സാധിക്കാറില്ല ആദ്യങ്ങളിൽ നിന്നും. പിന്നീട് സാറിന്റെ ക്ലാസ് ചെന്നപ്പോൾ കുട്ടികളുടെ പഠിക്കാനുള്ള ആ ആത്മാർത്ഥത കണ്ടപ്പോഴും സാറിന്റെ ആത്മാർത്ഥത കണ്ടപ്പോഴും എനിക്കും പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നിലും ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. സാറ് ഓരോ ആഴ്ചയിലും ഓരോ ടെസ്റ്റ് നടത്തുമായിരുന്നു. ആ ടെസ്റ്റുകളിൽ ആദ്യം നമുക്ക് മാർക്കൊന്നും കിട്ടാറില്ല. പിന്നീട് നമുക്ക് മാർക്കുകൾ ലഭിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ സാറ് പറയുന്ന രീതിയിൽ ഞാൻ ചാപ്റ്ററുകൾ കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടാതെ കൂട്ടുകാരുമായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ട്. അതും എനിക്ക് പ്രയോജനപ്പെട്ടു. ഞാൻ സാറിന്റെ കോച്ചിങ്ങിൽ പോയിട്ട് ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡിന്റെ എക്സാം എഴുതി. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്റെ നമ്പർ അതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് പഠിച്ചാൽ നേടിയെടുക്കാം എന്നൊരു ആത്മാർത്ഥത എന്നിലുണ്ടായി. നേടിയെടുക്കാം എന്നൊരു തോന്നലുണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഞാനത് പിന്നീടും പഠിക്കാൻ ആരംഭിച്ചു. ആ സമയങ്ങളിൽ തന്നെയാണ് ഫസ്റ്റ് ഗ്രേഡിന്റെ വേക്കൻസി വന്നത്. ഫസ്റ്റ് ഗ്രേഡിന് ഞാൻ അപ്ലൈ ചെയ്തു. സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സാറ് കോച്ചിങ് ക്ലാസ്സിൽ വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ പോയി. അപ്പോൾ സാറ് പറഞ്ഞു, ഏകദേശം 300ഓളം വേക്കൻസിയാണ് ഉള്ളത്. നിനക്ക് കിട്ടണമെങ്കിൽ നീ 200ൽ താഴെ റാങ്ക് നമ്പർ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതിങ്ങോട്ട് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു 200 റാങ്ക് ഒന്നും എനിക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സാർ അങ്ങനെ പറഞ്ഞുവെങ്കിലും 200 റാങ്കിൽ താഴെ നേടണമെന്ന് പറഞ്ഞുവെങ്കിലും എനിക്ക് 100ൽ താഴെയുള്ള റാങ്കിൽ വന്നാൽ മാത്രമാണ് എനിക്ക് കിട്ടുള്ളൂ എന്നൊരു തോന്നൽ എന്നിലുണ്ടായി. അപ്പൊ ഞാൻ സാറ് പറയുന്നതനുസരിച്ച് ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത്ര ചാപ്റ്റർ കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ അത്രയും ചാപ്റ്റർ കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ പഠിച്ച കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുകയും അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തത് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. പിന്നീട് എനിക്കിപ്പോ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ എന്നിലുണ്ടായി. ഞാൻ എക്സാം എഴുതി. അതിനകത്ത് ഞാൻ 72ാമത്തെ റാങ്കിൽ വരികയും എനിക്ക് ഫസ്റ്റ് ഗ്രേഡായിട്ട് ജോലി പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ 3rd ഗ്രേഡിന്റെ എക്സാം എഴുതി. അപ്പൊ സാറിന്റെ അന്നേരം ഞാൻ ക്ലാസ്സിൽ പോയില്ല, പക്ഷെ സാറ് ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ സാറ് ഇപ്പൊ അതിനകത്ത് റെക്കോർഡ് ഇടുമായിരുന്നു, ഇത്ര ചാപ്റ്റർ ഇന്ന ദിവസം പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് അങ്ങനെ സാറ് പറയുന്നത് കേട്ട് മാത്രം ഞാൻ പഠിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ചാപ്റ്ററുകൾ കവർ ചെയ്ത് പഠിച്ചു. പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ നോക്കുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 3rd ഗ്രേഡ് എക്സാമിൽ എനിക്ക് 17ാമത്തെ റാങ്കിലും കയറാൻ സാധിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നമല്ല. ആര് ശ്രമിച്ചാലും, ആര് പഠിച്ചിട്ട് ശ്രമിച്ചാലും എഴുതിയാലും എക്സാം ആര് പഠിച്ചിട്ട് നമ്മൾ ഏതൊരു എക്സാം എഴുതിയാലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നേടിയെടുക്കണം. റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറണം, സർക്കാർ ജോലി സ്വന്തമാക്കണം. പിന്നെ സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഒരു ഫീസ് പ്രതീക്ഷിച്ചിട്ടുള്ള ക്ലാസ് അല്ല അത്.
ഒരു ഫീസ് ഇതുവരെ ഒരു കുട്ടികളോട് പോലും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫീസിന് വേണ്ടിയിട്ടല്ല സാർ പഠിപ്പിക്കുന്നത്. സാറിന് എല്ലാവർക്കും ഒരു സഹായം എന്ന രീതിയിലാണ് സാർ അത് എടുത്തിരിക്കുന്നത്. കാരണം സർക്കാർ ജോലി കയറണം എന്ന അതിയായ ആഗ്രഹം മൂലം ഒത്തിരി ആളുകള് ക്യാഷ് ഇല്ലാത്തതിനാലും ഒന്നും പഠിക്കാൻ പോകാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ഹെൽപ്പായിട്ടാണ് സാർ അത് തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും സാറിന്റെ ആത്മാർത്ഥത കാണുമ്പോൾ നമുക്കത് പഠിച്ച് നേടിയെടുക്കണം എന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാവും. അപ്പൊ നമ്മളത് പഠിച്ച് നേടിയെടുക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്, സാറിന്റെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് എനിക്കും PSCയില് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിച്ചതും സർക്കാർ ഉദ്യോഗം നേടാൻ സാധിച്ചതും. ആയതിനാൽ സാറിനോട് അതിന് എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ഇപ്പൊ നിങ്ങള് PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഓരോ ആളുകളും നന്നായിട്ട് സാർ പറയുന്ന പ്രകാരം സിലബസുകൾ നോക്കി കൃത്യമായിട്ട് അതാത് ദിവസം തന്നെ പഠിച്ച് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ആ എക്സാം നേടിയെടുക്കാൻ സാധിക്കും, സർക്കാർ ജോലി സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.